കൊല്ലം ആശ്രാമ മൈതാനം ചെങ്കടലാകാൻ പോകുന്നു. CPM-ന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനം പൂർത്തിയായി. അതിനുശേഷം MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം പൊതുസമ്മേളനത്തിലേക്കും റാലിയിലേക്കും ഓൾഡർ മാർച്ചിലേക്കും കാര്യങ്ങൾ പോവുകയാണ്. 4 പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും റാലികൾ ആശ്രാമ മൈതാനത്തേക്ക് എത്തിച്ചേരാൻ പോകുന്നു. അവിടെ കൊല്ലം എക്കാലത്തെയും ഒരു ചുവന്ന മണ്ണാണ്. ചെങ്കൊടികൾക്ക് അല്ലെങ്കിൽ ചുവപ്പൻ പ്രസ്ഥാനങ്ങൾക്ക് ആഴത്തിലാഴത്തിൽ വേരോട്ടമുള്ള മണ്ണാണ്. അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ പ്രതീക്ഷിക്കുന്നു CPM. ഒരു കൊല്ലം ഒരു ചെങ്കടലാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. സലിം മാലിക്കാണ് ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. സലിം, എന്തായി പൊതുസമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ? റാലികൾ ആശ്രാമ മൈതാനത്തേക്ക് തുടങ്ങുന്നത് എപ്പോഴാണ്? എന്താണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കപ്പെടാൻ കഴിയുന്ന കാഴ്ച? സലിം. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ കൊല്ലം ഒരു ചെങ്കടലായി മാറാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ്. അത് അല്പസമയത്തിനകം തന്നെ പല വഴികളിൽ നിന്നായി ജാഥകൾ ആരംഭിക്കും. അത് പ്രധാനപ്പെട്ട 4 കേന്ദ്രങ്ങളിൽ നിന്നും, അതിൽ തന്നെ പ്രത്യേകിച്ചും പീരങ്കി മൈതാനത്ത് നിന്നും തുറന്ന ജീപ്പിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരും പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ളവർ, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ തുറന്ന ജീപ്പിൽ ജാഥ നയിക്കും. അത് അങ്ങനെ കടന്ന് ആശ്രാമ മൈതാനത്തേക്ക് പോകും. അതേ സമയത്ത് തന്നെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന്, കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് മറ്റൊരു ജാഥ കൂടി, 7 ഏരിയ കമ്മിറ്റികൾ നയിക്കുന്ന ജാഥ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും 7 ഏരിയ കമ്മിറ്റികൾ നയിക്കുന്ന ജാഥ ഈ പീരങ്കി മൈതാനത്ത് നിന്നും ആരംഭിക്കും. അക്ഷരാർത്ഥത്തിൽ കൊല്ലത്തെ ചെങ്കടലാക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും ആ ബാനർ പിടിച്ച് കാണുന്നത് സൂസൻ കോടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിൽ പോലും ഈ ജാഥയുടെ പൂർണ്ണ ചുമതല, ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല സൂസൻ കോടിക്കാണ്. സൂസൻ കോടി എക്കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മാത്രമല്ല ആളും ആരവവും എല്ലാം, ചെണ്ടമേളങ്ങളും വാദ്യാഘോഷങ്ങളും വിവിധ കലാപരിപാടികളും ഉൾപ്പെടെ ഈ ജാഥയ്ക്ക് കൊഴുപ്പേകും. അങ്ങനെ ഈ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPIM-ന് വലിയ പേരോട്ടമുള്ള ചെങ്കൊടി ആഴ്ന്നാഴ്ന്നിറങ്ങിയ കൊല്ലത്തിന്റെ മണ്ണിൽ അല്പസമയത്തിനകം തന്നെ ആ പൊതുസമ്മേളനത്തിന് വേണ്ടിയുള്ള ജാഥ ആരംഭിക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കടലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇപ്പോൾ തന്നെ 2 മണിയോടുകൂടി തന്നെ കൊല്ലം ജില്ലയുടെയും സമീപ ജില്ലകളുടെയും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ചുവപ്പ് സേന പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. 2.5 ലക്ഷത്തിലധികം ആളുകൾ ഈ ജാഥയിലും പൊതുസമ്മേളനത്തിനുമായി എത്തും എന്നുള്ളതാണ് CPIM അവകാശപ്പെടുന്നത്. എങ്ങനെ പോയാലും, എത്ര കുറഞ്ഞാലും, ആൾക്കൂട്ടം എത്ര കുറഞ്ഞാലും 1 ലക്ഷത്തിൽ കുറയില്ല എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. കാരണം കൊല്ലം ജില്ലയിൽ നിന്നുള്ള പാർട്ടി സംവിധാനം, പാർട്ടിയുടെ സംഘടനാ ശക്തി മാത്രം ഉപയോഗിച്ചാൽ തന്നെ ഏകദേശം ആ സംഖ്യയിലേക്ക് CPIM-ന് ഇവിടെ ആളെത്തിക്കാൻ കഴിയുന്ന ജില്ലയാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ കൊല്ലത്തിന്റെ മണ്ണിൽ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അത് വലിയ പ്രൗഢഗംഭീരമായി തന്നെ ആ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം, അതിന്റെ പൊതുസമ്മേളനമൊക്കെ നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം CPIM-നുണ്ട്, പാർട്ടിക്കുണ്ട്, സംസ്ഥാനത്തിന്റെ ജില്ലയിലെ പാർട്ടിക്ക് നിലവിൽ ഉണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഈ വിവിധ ഏരിയകളായി തിരിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം സൂസൻ കോടിയും ചിന്താ ജെറോമും ഒക്കെ നേതൃത്വം നൽകുന്നത് ഈ ജാഥയുടെ മുൻനിരയാണോ? ഹാഷ്മി, അതെ. അതായത് ഈ സൂസൻ കോടിക്കാണ് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട ചുമതല ഉള്ളത്. അത് ഈ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നൊക്കെ അറിയുന്നതിന് മുൻപ് തന്നെ സൂസൻ കോടി ഈ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സൂസൻ കോടിക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വനിതാ സഖാക്കളെ ഒരുക്കിയാണ് ആ ജാഥയുടെ മുൻനിര തയ്യാറാക്കുന്നത്. ഏറ്റവും മുന്നിലായി തുറന്ന ജീപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാവരും ആ തുറന്ന ജീപ്പിൽ പോകും. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമ്മേളന മൈതാനിയിൽ നിന്നും, സംസ്ഥാന സമ്മേളനം നടന്ന ഈ ടൗൺ ഹാളിൽ നിന്ന്, കൊല്ലം ടൗൺ ഹാളിൽ നിന്നാണ് ഈ ജാഥ ആരംഭിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുൻവശത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന തുറന്ന ജീപ്പിലെ വാഹനം, അതിന് പിന്നിലായി വിവിധ കലാരൂപങ്ങൾ, അതിന് പിന്നിലായി ഇപ്പോൾ ഈ സൂസൻ കോടി തയ്യാറാക്കുന്ന വനിതാ സഖാക്കൾ മാർച്ച് ചെയ്യും. അതിന് പിന്നാലെ ഓരോ ഏരിയ കമ്മിറ്റികളായി ഇതിന് പിറകിൽ അണിചേരും എന്നാണ് പറയുന്നത്. ഈ ജാഥ ഇതുവഴി ഇപ്പോൾ ഈ ടൗൺ ഹാളിൻ്റെ പരിസരത്ത് നിന്നും കടന്നത് ചിന്നക്കടയിലൂടെ കടന്ന് ആശ്രാമം മൈതാനത്തേക്ക്, അതായത് കൊല്ലം നഗരിയുടെ ഹൃദയഭാഗത്തുകൂടി കടന്ന് ആശ്രാമം മൈതാനിയിലേക്ക് എത്തും. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു കാഴ്ച, അതൊരു CPIM-കാരനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ മനസ്സുള്ളവനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഒരു ആവേശം ജനിപ്പിക്കുന്ന കാഴ്ചയാകും. അതൊരു കാര്യത്തിലും തർക്കമില്ല. കാരണം അത്രയധികം പ്രവർത്തകരെ ഇവിടേക്ക് CPIM-ന് എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനോടകം തന്നെ 2 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് ആളുകൾ ഈ പീരങ്കി മൈതാനത്തിലേക്ക് അണിനിരന്നു കഴിഞ്ഞു. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായി എത്തിയിരിക്കുന്നത്. 7 ഏരിയ കമ്മിറ്റികൾ, കൊല്ലം ജില്ലയുടെ 7 പ്രധാനപ്പെട്ട ഏരിയ കമ്മിറ്റികളിൽ നിന്ന് 7 ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് ആദ്യം തന്നെ ഈ പീരങ്കി മൈതാനത്തിൽ എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ആശ്രാമ മൈതാനത്തേക്ക് എത്തുന്നതിനായി തൊട്ടപ്പുറത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിലും ഇതേ നിലയിലുള്ള ആൾക്കൂട്ടമുണ്ട്. അങ്ങനെ ഈ 2 സ്ഥലങ്ങളിൽ നിന്ന്, പ്രധാനമായി 2 സ്ഥലങ്ങളിൽ നിന്നാണ്. ഒപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് എത്തുന്ന ഏരിയ കമ്മിറ്റികൾ പല സ്ഥലങ്ങളിൽ നിന്നായി, ശാരദാമഠം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നായി അവർ
അവരുടെ ജാഥ കൂടി ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി യോജിച്ച് ഒരു ചിന്നക്കട കഴിയുന്നതോടുകൂടി ഇതെല്ലാം യോജിച്ചൊരു തൊട്ടപ്പുറത്ത് ആശ്രാമം മൈതാനത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു ചെങ്കടൽ എന്ന കണക്കെ തന്നെ അത് മാറുകയും ചെയ്യും. 2.5 ലക്ഷം പേരെ എത്തിക്കും എന്നുള്ളതാണ് CPIM ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഏറെക്കുറെ ആ കണക്ക് ശരിയാകുമോ എന്നറിയില്ല. എന്തായാലും സമാനതകളില്ലാത്ത സമീപകാലത്തെങ്ങും കൊല്ലം കണ്ടിട്ടില്ലാത്ത ഒരാൾക്കൂട്ടം ഉറപ്പായും ആ ജാഥയിൽ കണ്ണൂരോടൊപ്പം തന്നെ കണ്ണൂർ കഴിഞ്ഞാലെന്ന് എടുത്തു പറയേണ്ട, കണ്ണൂരോടൊപ്പം തന്നെ പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള മണ്ണാണ് എന്ന് പറയുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ മറ്റു ചില അക്രമ സംഭവങ്ങളോ കേൾക്കാമെങ്കിലും അങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങളോ രാഷ്ട്രീയ കയ്യാങ്കളികളോ ഒന്നും അങ്ങനെ ഒരുപാട് കേൾക്കാത്ത സ്ഥലം കൂടിയാണ് കൊല്ലം. അങ്ങനെ ഒരു പ്രത്യേകത കൂടി കൊല്ലത്തിനുണ്ട്.